السلام عليكم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ വാഹിദ് നദ്വി സാഹിബ്, അക്കി നദ്വി സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അസിസ്റ്റൻ്റ് അമീർ VT അബ്ദുള്ള കോയ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സമിതി അംഗം റുക്സാന സാഹിബ, സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് CT ഷുഐബ് സാഹിബ്, GIO സംസ്ഥാന സമിതി അംഗം അഫ്ര ഷിഹാബ്, ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ് സനോ സാഹിബ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തണലാണ് കുടുംബം എന്ന തലവാചകത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി കേരളീയ സമൂഹത്തിൽ വലിയ ഒരു ആശയപ്രചാരണത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ ആശയപ്രചരണ ക്യാമ്പയിൻ ഒരനിവാര്യതയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. അതൊരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന അനിവാര്യതയല്ല, ലോകത്തെ ബാധിച്ച, നമ്മുടെ സാമൂഹ്യ ക്രമത്തെ ബാധിച്ച, നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച അപകടകരമായ ഒരു പ്രവണതയെ അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആലോചിച്ചെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ ക്യാമ്പയിൻ. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സമൂഹത്തെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപപ്പെടുത്തിയെടുത്തത്. അങ്ങനെ ഒരു നവസമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒരു സൊസൈറ്റിയുടെ ഏറ്റവും പ്രാഥമികമായ യൂണിറ്റ് കുടുംബമാണ് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു നവസമൂഹ രൂപീകരണത്തിൻ്റെ മുമ്പാകെ കുടുംബം എന്ന് പറയുന്ന സുന്ദരമായ ആശയത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു നാഗരിക ക്രമത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗോളതലത്തിൽ അത്തരത്തിലുള്ള ദർശനങ്ങളും ആശയങ്ങളും സാമൂഹ്യ രംഗത്ത് ശൈഥില്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹക്കി നദ്വി സാഹിബ് പറഞ്ഞത്, ഇത് കേവലം ഒരു കുടുംബ ക്യാമ്പയിൻ മാത്രമല്ല, കുടുംബത്തെ ശിഥിലീകരിച്ച് സാമൂഹ്യ രംഗത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചുവോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയാത്ത വിധം നമ്മുടെ വീടകത്തേക്ക് പ്രവേശനം സിദ്ധിച്ചു കഴിഞ്ഞ പാശ്ചാത്യൻ സാംസ്കാരിക ലിബറലിസത്തിനെതിരിലുള്ള ഒരു ക്യാമ്പയിൻ കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി തണലാട് കുടുംബം എന്ന തലവാചകത്തോടു കൂടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, നല്ല കുടുംബമാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. വിവാഹമാണ് അതിൻ്റെ എൻട്രി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിവാഹം എന്ന് പറയുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും സ്നേഹകാരുണ്യം കൊണ്ട് ഒരു കുടുംബജീവിതത്തിന് അസ്ഥിവാരം പണിയാനുമുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആ അർത്ഥത്തിലുള്ള ഒരു കുടുംബത്തിലാണ് ഒരു നല്ല സൊസൈറ്റി രൂപപ്പെട്ടു വരിക എന്ന് നമുക്കറിയാം. കുട്ടികൾ പരിഗണിക്കപ്പെടുന്നത്, കുട്ടികൾ സ്നേഹിക്കപ്പെടുന്നത്, കുട്ടികൾ ലാളിക്കപ്പെടുന്നത്, മാതാപിതാക്കൾ ആദരിക്കപ്പെടുന്നത്, മുതിർന്നവർ ആ അർത്ഥത്തിൽ തന്നെ പരിചരിക്കപ്പെടുന്നത്,
ജീവിതത്തിൽ ശാരീരികമായോ മറ്റേതോ കാരണങ്ങളാൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾ പരിരക്ഷിക്കപ്പെടുന്നത്, രോഗികൾ ആ അർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നത് കുടുംബം എന്ന് പറയുന്ന വളരെ ഭംഗിയായ സംവിധാനത്തിനകത്താണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. എല്ലാം ലാഭേച്ഛയിൽ കാണുന്ന, എല്ലാം വ്യക്തികേന്ദ്രീകൃതമായി കാണുന്ന ഒരു ദർശനത്തിനകത്ത് തീർച്ചയായിട്ടും ഈ പറയപ്പെടുന്ന മൂല്യങ്ങൾ പരിരക്ഷിക്കപ്പെടുകയില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെക്കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത്, ജീവിതത്തിൽ നിരവധി സാമൂഹ്യ മൂല്യങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ്, ദൈവിക സ്ഥാപനമാണ് കുടുംബം എന്ന് നമ്മൾ പറയുന്നത്. കുടുംബമില്ലാത്തയിടത്താണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, യഥാർത്ഥത്തിൽ ഒരുപാട് ജനങ്ങൾ അരക്ഷിതരാകുന്നത്, കുട്ടികൾ സുരക്ഷിതരാകുന്നത്, മുതിർന്നവർ സുരക്ഷിതരാകുന്നത്, രോഗികൾ സുരക്ഷിതരാകുന്നത്, മാതാപിതാക്കൾ സുരക്ഷിതരാകുന്നത് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്ന സുരക്ഷാ വലയത്തിനകത്താണ് എന്ന് നമുക്ക് നമ്മുടെ ജീവിതാനുഭവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കരഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു കുഞ്ഞ് നമ്മെ കരയിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകുന്നതിനിടക്ക് ആ ഒരു കുഞ്ഞ് വളർന്നു വലുതായി വാർദ്ധക്യത്തിലെത്തി രോഗത്തിന് അടിപ്പെട്ട് അവസാനം മരണം പുൽകുന്നത് വരെ ആ കുഞ്ഞ് സുരക്ഷിതമായി ഒരു വൃദ്ധനായി രോഗിയായി മരണം പുൽകുന്നത് വരെ എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു കുഞ്ഞിൽ നിന്ന് ആരംഭിക്കുന്ന ജീവിതം പരിരക്ഷിക്കപ്പെട്ടു പോരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ഒരു അർത്ഥത്തിലുള്ള വലിയ സുരക്ഷാ കവചമാണ് കുടുംബം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലാഭേച്ഛയുള്ള ഒരു ജീവിതത്തിനകത്ത്, വ്യക്തികേന്ദ്രീകൃതമായ കാഴ്ചപ്പാടുള്ള ഒരു ജീവിതത്തിനകത്ത് യഥാർത്ഥത്തിൽ ഇതിന് യാതൊരു സ്ഥാനവുമില്ല. ഞാൻ ഈയിടെ വായിച്ചു, ഒരു ഭിന്നശേഷിക്കാരനെ കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ജീവിതം വ്യക്തികേന്ദ്രീകൃതമാവുകയും ലാഭേച്ഛയിൽ അധിഷ്ഠിതമാവുകയും ചെയ്താൽ ഒരു ഭിന്നശേഷിക്കാരനെ കുറിച്ചുള്ള വിധി എന്താണെന്ന് ചോദിച്ചാൽ യാതൊരു അർത്ഥസംഖ്യക്കിടമില്ലാത്ത വിധം പറയുന്നു, ആ ഭിന്നശേഷിക്കാരനെ വധിച്ചു കളയണം എന്നുള്ളതാണ്. കാരണം എന്തിനാണ് ഒരു ഭിന്നശേഷിക്കാരനെ നോക്കുന്നത് എന്ന്. ഇവിടെയാണ് നമ്മൾ കുടുംബത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ ഓർത്തു പോകുന്നത്, മരണപ്പെട്ട സിനിമാ സംവിധായകനും നടനുമായിരുന്ന സിദ്ദീഖ്, അദ്ദേഹത്തിന് ജീവിതത്തിൽ മൂല്യങ്ങളുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് ഭിന്നശേഷിയുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഏത് സൈറ്റിൽ വന്നാലും ഞാൻ വിളിക്കാറുള്ളത് എൻ്റെ ഈ മോളെയാണ്, അവളുടെ വിവരങ്ങളാണ് ഞാൻ ആരായാറുള്ളത്. എന്നിട്ട് അദ്ദേഹം ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാരുള്ള ഒരുപാട് കുട്ടികളുള്ള ഒരു കുടുംബത്തെ അദ്ദേഹം ഒരു അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഇത്തരത്തിലുള്ള കുട്ടികളെ ദൈവം കൊടുക്കുക ഏറ്റവും നോക്കുന്ന മാതാപിതാക്കൾക്കാണ്. ഇങ്ങനെയുള്ള കുട്ടികളെ ദൈവം കൊടുക്കുക ഏറ്റവും നോക്കുന്ന മാതാപിതാക്കൾക്കാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കൊരു കുഞ്ഞ് പിറക്കുമ്പോൾ ആ കുഞ്ഞ് ഒരുപാട് പരിമിതികളോടുകൂടിയും അംഗവൈകല്യത്തോടും കൂടിയാണെങ്കിലും എനിക്കെൻ്റെ നാഥനോടുള്ള കടപ്പാട് തീർക്കാനുള്ള എൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞ് ആ കുഞ്ഞ് ജീവിക്കുകയല്ല, കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരെ നമുക്ക് കാണാവുന്നതാണ്. ഞാൻ പറയുക, അത്തരത്തിലുള്ള ഉമ്മമാരെ കാണാൻ പാടില്ലാത്ത ഒരു സംസ്കാരമാണ് ആധുനിക കാലഘട്ടത്തിൽ, ഈ പുതിയ കാലഘട്ടത്തിൽ കുടുംബത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ലാഭേച്ഛയിൽ അധിഷ്ഠിതമായ വ്യക്തികേന്ദ്രീകൃതമായ ഈ കാലഘട്ടത്തിലെ സുഖഭോഗതൃഷ്ണയിൽ അധിഷ്ഠിതമായ സാംസ്കാരിക ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് കുടുംബത്തിൽ ഉമ്മയുണ്ടാകുന്നത്, ഉപ്പയുണ്ടാകുന്നത്, സഹോദരി ഉണ്ടാകുന്നത്, സഹോദരനുണ്ടാകുന്നത്. ഉമ്മയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഉപ്പയില്ലാത്ത ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഉമ്മയും ഉപ്പയും സഹോദരനും സഹോദരിയും അമ്മാവനുമെല്ലാം അടങ്ങുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷകരമായ മുഹൂർത്തങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ കുടുംബത്തിലൂടെയാണ്. കൽപ്പറ്റ നാരായണ മാഷ് അദ്ദേഹം ഉമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്, അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്തായ പട്ടിണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തലതുവർത്തണ്ട, ആരും ഏവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. ഇനി എനിക്ക് എത്തിയേടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു എന്ന് മരണത്തെക്കുറിച്ച്, അമ്മയുടെ മരണത്തെക്കുറിച്ച് കൽപ്പറ്റ നാരായണ മാഷ് പറയുന്നുണ്ട്. ഉമ്മ എന്ന് പറയുന്നത്, അമ്മ എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ഉയർന്ന ഒരു സങ്കല്പമാണ്. നമുക്ക് ഒരുപക്ഷെ ഭൂമി ലോകത്ത് അല്ലാഹുവും റസൂലും കഴിഞ്ഞാൽ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്ന ഇടങ്ങളിലെല്ലാം മൂന്നാമത്തെ സ്ഥാനത്ത് ഇത് പരാമർശിക്കുന്നതിൻ്റെ അടിസ്ഥാനവും അതാണ്. അപ്പൊ ആ ഒരർത്ഥത്തിൽ ഉമ്മയില്ലാതാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക, ഈ പടിഞ്ഞാറിൻ്റെ ലിബറൽ സംസ്കാരത്തിനകത്താണ്.
ഉമ്മയുണ്ടാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട ഇസ്ലാമിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന കുടുംബ സംവിധാനത്തിനകത്താണ്. സമാനമായ കഥ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടോ മറ്റോ പിടികൂടപ്പെട്ട് കണ്ണൂരിലെ ജയിലിൽ നിന്ന് വിമോചനമാക്കപ്പെട്ട് കണ്ണൂരിൽ നിന്ന് ട്രെയിന് കയറിയിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വൈക്കത്താണ് വീട്, തലയോലപ്പറമ്പാണ് വീട്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഒരുപാട് നടന്ന് രാത്രി 1 മണിയാകുമ്പോഴാണ് ഏതാണ്ട് വീട്ടിലേക്ക് എത്തുന്നത്. വളരെ വൈകിയാണ് എത്തുന്നത്. അദ്ദേഹം വീട്ടിന്റെ മുമ്പിൽ എത്തുമ്പോൾ ഉപ്പയോട് ചോദിക്കാതെയാണ് അദ്ദേഹം നാട് വിട്ട് കോഴിക്കോട്ടേക്ക് പോയത്. വീട്ടിന് മുമ്പിൽ എത്തുമ്പോൾ അപ്പോഴും വീട്ടിനകത്ത് ഒരു ചെറിയ ഇമ്പിരി വട്ടം അഥവാ ഒരു വിളക്കിന്റെ വട്ടം അദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം വീടിന്റെ കതക് മുട്ടുന്നുണ്ട്. കതക് മുട്ടുമ്പോൾ ഉമ്മ വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ഉപ്പയറിയാതെ വീട്ടിലേക്ക് പ്രവേശിക്കാനാണ് ബഷീർ വന്നത്. ഉമ്മ വന്ന് കയറിയ ഉടനെ തന്നെ ഉമ്മ പറയുന്നുണ്ട്, മോനെ കൈ കഴുകുക എന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്ന്. ഉമ്മയോട് മകൻ ചോദിക്കുന്നുണ്ട്, ബഷീർ ചോദിക്കുന്നുണ്ട്, ഉമ്മ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ആ ഘട്ടത്തിൽ ഉമ്മ പറയുന്നുണ്ട്, മോനെ നിനക്ക് വേണ്ടി എന്നും ഉമ്മ ഭക്ഷണം കരുതി വെച്ച് കാത്തിരിക്കാറുണ്ട് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മൂല്യത്തെ നമുക്ക് ആധുനികമായ കാഴ്ചപ്പാടിൽ, ലാഭേച്ഛയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടിൽ, അവനവന്റെ സുഖഭോഗ തൃഷ്ണയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് അളന്നു തിട്ടപ്പെടുത്തുക സാധ്യമല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കുടുംബത്തെക്കുറിച്ച് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ച് ആയത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതൊരു ദൃഷ്ടാന്തമാണ്. നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കായ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് വായിക്കുവാനും വിലയിരുത്താനും കഴിയാത്ത അമൂല്യമായ ദൈവികമായ അനുഗ്രഹത്തിന്റെ ഉറവിടമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിന്റെ ആഴം, ആ ഉമ്മയുടെ സ്നേഹം, ആ ഉപ്പയുടെ പരിഗണന, ആ സഹോദരന്റെ കാവൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കാലഘട്ടത്തിൽ എല്ലാം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായി നാം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അളന്നു തിട്ടപ്പെടുത്തുക സാധ്യമല്ല. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിനകത്ത് സുരക്ഷ തീർക്കുന്ന, സാമൂഹ്യ നന്മ വളർത്തുന്ന, വാല്യൂസിനെ സംഭാവന ചെയ്യുന്ന ദൈവികമായ സംവിധാനത്തെ തകർത്തുകൊണ്ടുള്ള അപകടകരമായ ഒരു സാംസ്കാരിക ലിബറലിസത്തിന്റെ വഴിയിലാണ് ഈ കാലഘട്ടത്തിലുള്ള ജനത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തെ നിരാകരിക്കുന്ന പാശ്ചാത്യ ലിബറലിസത്തോടു കൂടിയുള്ള ആശയ സമരമാണ്, തണലാണ് കുടുംബം എന്ന തലവാചകത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. കേവലം ഭോഗാസക്തമായ ഒരു സമൂഹത്തെ, വ്യക്തികേന്ദ്രീകൃതമായ ജീവിത കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഒരു സമൂഹത്തെ നേരിടുക എന്നുള്ളത് തന്നെയാണ്, അതിനെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ജീവിതം ആസ്വദിച്ച് തീർക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട്, ജാഹിലിയ്യത്തിന്റെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് മനുഷ്യ സമൂഹത്തിന് നൽകിയിരിക്കുന്ന ഒരുപാട് അപകടകരമായ ദുരന്ത ഫലങ്ങളുണ്ട്. ആ ഫലങ്ങളെ വിലയിരുത്തുവാൻ ഈ കാലഘട്ടം സന്നദ്ധമാകേണ്ടതാണ്. മലയാളി സമൂഹത്തിനകത്തും ഇന്ന് പാശ്ചാത്യ ലിബറലിസത്തിന്റെ സ്വാധീനമുണ്ട്, സമൂഹത്തിലുണ്ട്, സമുദായത്തിലുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെയും ജീവിതത്തെ അത് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇത്തരം ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തിയ സമൂഹത്തിന്റെ പരിണിതിയെക്കുറിച്ച്, അവർ അനുഭവിച്ച പ്രതിസന്ധിയെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. കുടുംബം നിരാകരിച്ച ഒരു സമൂഹത്തിനകത്ത് രൂപപ്പെട്ടത് അച്ഛനില്ലാത്ത മക്കളാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുക. നമുക്കറിയാം, ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ജീവിതം സുഖഭോഗ തൃഷ്ണയിൽ അധിഷ്ഠിതമായി ആവോളം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതാണ് എന്നും മറ്റെല്ലാ സാമൂഹ്യ ബാധ്യതകളും കടപ്പാടുകളും പരിഗണിക്കേണ്ടതില്ല എന്നും പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം ആസ്വാദനത്തിന്റെ വഴിയെ നിയന്ത്രണങ്ങളില്ലാതെ അവർ ജീവിതത്തെ ആസ്വദിച്ചതിൻ്റെ പരിണിതിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് പല പാശ്ചാത്യ നാടുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് അനാഥൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? അച്ഛൻ മരിച്ചവൻ, ഉപ്പ മരിച്ചവൻ, അല്ലെങ്കിൽ ഉമ്മ മരിച്ചവൻ എന്നതാണ് അനാഥനെ കുറിച്ച് നമുക്ക് പറയാനുള്ള നിർവചനം എന്ന് പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ അത്തരം രാജ്യങ്ങളിൽ ആരാണ് അനാഥൻ എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഉപ്പയില്ലാത്ത, ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലാത്ത ഒരു വലിയ ജാരസന്തതികളുടെ ഒരു സാമൂഹ്യ ക്രമം രൂപപ്പെട്ടു വരുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അത്തരത്തിൽ നിരവധി സന്താനങ്ങളുള്ള ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യുവാക്കളില്ലാത്ത ഒരു സമൂഹം, വൃദ്ധ സമൂഹമായി മാറുന്ന ഒരു ജനത, അതുപോലെ തന്നെ ജനസംഖ്യ ക്രമാതീതമായി കുറയുന്ന ഒരു സാഹചര്യം. ഇത്തരം ഒരു സാഹചര്യത്തിലാണ്
യഥാർത്ഥത്തിൽ കുടുംബത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. മലയാളികളും ആ വഴിയെ തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ പ്രവണത എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അമേരിക്കയുടെ കാര്യമല്ല, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ കാര്യമല്ല. ഞാൻ പറയുന്നത് കൊടുങ്ങല്ലൂരിത്തെ കാര്യമാണ്. ഞാൻ പറയുന്നത് തൃശ്ശൂരിലെ കാര്യമാണ്. ഞാൻ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ജെൻഡർ ന്യൂട്രലായ ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കാനാണ് ഈ സമൂഹവും ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളും ഒക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ചാണ് ആളുകൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് നമുക്കകത്ത് ഇന്ന് വലിയ സംവാദ വിഷയമാണ് എന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ ജെൻഡർ, ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കാണ് എന്ന് വിട്ടു തന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിട്ടു തരണമെന്ന് പറയുന്ന, അതാണ് ജനാധിപത്യം എന്ന് വാദിക്കുന്ന, അതാണ് മനുഷ്യാവകാശം എന്ന് വാദിക്കുന്ന, അതാണ് പുരോഗതി എന്ന് വാദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ മുമ്പിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം ഉണ്ട്. നമ്മുടെ ഒരു രീതിയുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ഉമ്മ പ്രസവിച്ചാൽ ലേബർ റൂമിൻ്റെ മുമ്പിൽ, സഹോദരി പ്രസവിച്ചാൽ, ഭാര്യ പ്രസവിച്ചാൽ, കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ ആ വാതിലിന് പുറത്ത് നമ്മൾ നിൽക്കും. നഴ്സ് വരും, നമ്മൾ ചോദിക്കും പ്രസവം കഴിഞ്ഞോ, എന്ത് കുട്ടിയാണ്? അവർ പറയും ആൺകുട്ടിയാണ്, അല്ലെങ്കിൽ പറയും പെൺകുട്ടിയാണ്. ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്ന് അവർ നമ്മോട് പറയുന്നത് ആ കുഞ്ഞിൻ്റെ ലിംഗം അനുസരിച്ചാണ്. പുരുഷലിംഗമാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ അതിനനുസരിച്ച് ആണാണോ പെണ്ണാണോ എന്ന് അവരോട് നമ്മോട് പറയും. അങ്ങനെ പറയരുത് എന്നാണ് ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ വളരട്ടെ, അവർക്ക് കൊടുക്കുന്ന കളിക്കോപ്പ് ഏതെങ്കിലും ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ഉള്ളതാകാൻ പാടില്ല. അവരുടെ വസ്ത്രം പ്രത്യേകം പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഉള്ളതാകാൻ പാടില്ല. അവന് പ്രായപൂർത്തിയാകുമ്പോൾ അവൻ തീരുമാനിക്കട്ടെ അവൻ ആണാണോ പെണ്ണാണോ എന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അത് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് തീരുമാനിക്കുന്നത് അവൻ്റെ തോന്നലനുസരിച്ചാകണം. എനിക്ക് ഇന്ന് തോന്നുകയാണ് എനിക്കൊരു പെണ്ണാകണമെന്ന് തോന്നിയാൽ, എൻ്റെ ഫീൽ എന്ന് പറയുന്നത് ഒരു പെണ്ണാകണമെന്ന് തോന്നിയാൽ അതിന് അനുവാദം കൊടുക്കലാണ് ജനാധിപത്യം എന്ന് പഠിപ്പിക്കുന്ന, അതിന് അനുവാദം കൊടുക്കലാണ് പുരോഗതി എന്ന് പഠിപ്പിക്കുന്ന, അതിന് അനുവാദം കൊടുക്കലാണ് എൻ്റെ മനുഷ്യാവകാശം എന്ന് പഠിപ്പിക്കപ്പെടുന്ന അരാജകത്വത്തിൻ്റെ കാഴ്ചപ്പാടാണ് ലിബറലിസം സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ തോന്നുകയാണ് അവൾ കാണായാൽ കൊള്ളാമെന്ന്. അവൾ വാഹനം ഓടിക്കുന്നുണ്ട്, അവൾക്ക് സൗകര്യത്തിൽ നടക്കാൻ പറ്റുന്നുണ്ട്. എനിക്കെന്തുകൊണ്ട് എനിക്ക് ആണായിക്കൂടാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയാണ് ഉമ്മയല്ലാതായി മാറുന്നത്, ഉപ്പയല്ലാതായി മാറുന്നത്, ജെൻഡർ കൺഫ്യൂഷൻ സൃഷ്ടിക്കപ്പെടുന്നത്, അരാജകത്വത്തിലേക്ക് ഒരു സമൂഹം കൂപ്പുകുത്തപ്പെടുന്നത്, സാമൂഹ്യ ശൈഥില്യത്തിൻ്റെ അടിത്തറ രൂപപ്പെട്ടു വരുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് പ്രകൃതി വിരുദ്ധം കൂടിയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ആ പ്രകൃതി വിരുദ്ധമായ ആശയങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്, നമ്മുടെ കോളേജുകളിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബോധേടാകണം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ കാലഘട്ടത്തിൽ സമൂഹത്തോട് എണീറ്റു നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതായിട്ട് വരുന്നത്. ആണാണെന്നും പെണ്ണാണെന്നും നമുക്ക് പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. മാത്രമല്ല യഥാർത്ഥത്തിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബയോളജി, അവരുടെ സൈക്കോളജി, അവരുടെ ക്യാരക്ടർ എല്ലാം ഡിഫറൻ്റ് ആണ് എന്ന് നമുക്കറിയാം. പക്ഷേ അത് പറയാൻ പാടില്ല. അതുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയെ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ ക്രമം നമ്മുടെ സ്കൂളുകളിൽ അതാണ്. ജെൻഡർ ന്യൂട്രലായ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ വിയോജിച്ചപ്പോൾ മറ്റു പല സ്വഭാവത്തിലും ഇന്ന് ആ അർത്ഥത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുവാനുള്ള അസൈൻമെൻറ്റുകളിലാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരു തരം ലിബറൽ ലൈഫ് നമ്മുടെ സമൂഹത്തിനകത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ പറയുന്നതിനർത്ഥം. മാത്രമല്ല നമുക്കകത്തുനിന്ന് കോളേജുകളിൽ ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്, അഥവാ ഈ നിങ്ങൾക്ക് യൂണിസെക്സ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് വരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലം നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് കേരളത്തിൽ മഹാരാജാസ് കോളേജിൽ അത്തരം ഒരു ടോയ്ലറ്റ് ആഘോഷപൂർവ്വമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ ആണിനെയും പെണ്ണിനെയും ആണും പെണ്ണുമായി കാണുന്നതിന് പകരം ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റിയെ സൃഷ്ടിച്ച ഉദാര ലൈംഗികതയെ കെട്ടഴിച്ചു വിട്ട ഈ സമൂഹത്തിനകത്ത് അരാജകത്വം വളർത്തുന്ന സാംസ്കാരിക ലിബറലിസം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസുകളിലുണ്ട്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അവരുടെ ജീവിത സാഹചര്യത്തിലുണ്ട്. കലാലയങ്ങളിലെ ക്യാമ്പസുകളിലെ കവാടങ്ങളിൽ നമ്മുടെ കുട്ടികളെ കാതോർത്തിരിക്കുന്നതും അല്ലെങ്കിൽ
നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നതും അവരെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള ക്യാപ്ഷനോടുകൂടിയുള്ള ബാനറുകൾ പിടിച്ചുകൊണ്ടാണ് ഈ നമുക്ക് കാണാവുന്നതാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ 18 വയസ്സ് തികയണം. അതേസമയം നമുക്ക് വിവാഹമല്ല, നേരെ മറിച്ച് ലിവിൻ ടുഗദർ ആണെങ്കിലോ അതെങ്ങനെയും ആകാമെന്ന് തീരുമാനിച്ച ഒരു സാമൂഹ്യ ക്രമത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെയാണ് ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ആണിനെ ആണായും പെണ്ണിനെ പെണ്ണായും യഥാർത്ഥത്തിൽ കൃത്യമായി അതിൻ്റെ പ്രകൃതത്തെ, അതിൻ്റെ പ്രകൃതിയെ മുഖവിലക്കെടുത്തുകൊണ്ട് പ്രകൃതിയുടെ ദർശനമായി ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട്, കുടുംബത്തിൻ്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ഈ സാംസ്കാരിക ലിബറലിസത്തോട് പ്രതിരോധം തീർക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹെറ്ററോസെക്സ്വാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിപരമായ ഒന്നാണ്. ഭിന്ന ലൈംഗികത എന്ന് പറയുന്നത് അത് മൃഗങ്ങൾക്കിടയിൽ അങ്ങനെയാണ്, ജീവജാലങ്ങൾക്കിടയിൽ അങ്ങനെയാണ്, അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലും അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന ഹെറ്ററോസെക്സ്വാലിറ്റി എന്ന് പറയുന്നത് മറ്റെല്ലാ ജീവജാലങ്ങൾക്കിടയിലും ഇഴജന്തുക്കൾക്കിടയിലും പറവകൾക്കിടയിലും അവർ വളരെ ഭംഗിയായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ഹോമോസെക്സ്വാലിറ്റിയെ സമൂഹത്തിനകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് ലൈംഗിക അരാജകത്വത്തിൽ അധിഷ്ഠിതമായ ഈ സംവിധാനത്തെ ചോദ്യം ചെയ്യുവാൻ നാം സന്നദ്ധമാകേണ്ടതായിട്ട് വരുന്നത്. സ്വന്തം കാര്യമെന്ന്, അതുപോലെ തന്നെ സ്വന്തം സുഖമെന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ പാരൻസ് തീരുമാനിച്ചാൽ ഈ കാഴ്ചപ്പാടിൻ്റെ അടിവേരറുക്കപ്പെടുന്ന ഒരു കാര്യമല്ലേ അത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. അത്തരം ആശയപരമായ അടിത്തറ ഇസ്ലാമിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈക്വാലിറ്റിയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും നമുക്ക് അംഗീകരിക്കാവുന്ന ഒന്നല്ല, ഈക്വൽ അല്ല. സ്ത്രീ ചെയ്യുന്ന പല കാര്യങ്ങളും പുരുഷന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് ഫിസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫറൻ്റ് ആണ് പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചാണ്. ആ ജെൻഡർ ജസ്റ്റിസിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ജീവിതം, കുടുംബ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നാം ഇതിനെ നേരിടേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക, ഇസ്ലാമിക അടിത്തറകളിലുള്ള കുടുംബജീവിതം എന്ത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി സമൂഹത്തിന് ജീവിതത്തിലൂടെ ആശയം പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. ആശയത്തെ ആശയമായിട്ടല്ല നമ്മുടെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈയിടെയായിട്ട് 2 കുട്ടികളുമായി സംസാരിച്ചു. വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു നിലക്കും വിവാഹത്തിന് സന്നദ്ധമാകാത്ത കുട്ടിയോടാണ് സംസാരിച്ചത്. എന്തുകൊണ്ടാണ് മോളെ വിവാഹത്തിന് സന്നദ്ധമാകാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഉപ്പാനെയും ഉമ്മാനെയും കണ്ടിട്ടാണ് ഞാൻ വിവാഹത്തിന് സന്നദ്ധമാകാത്തത് എന്നതാണ്. ബാപ്പ ഉമ്മയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഉമ്മ ബാപ്പയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നത് കണ്ടത് കൊണ്ടാണ് ഉപ്പയും ഉമ്മയും ജീവിക്കുന്നത് പോലെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാ കുട്ടി പറഞ്ഞത്. പിന്നീട് ആ കുട്ടി വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് തീരുമാനിച്ചത്? എല്ലാവരും ഉപ്പയെപ്പോലെയും ഉമ്മയെപ്പോലെയും അല്ലല്ലോ എന്നതുകൊണ്ടാണ് ഞാൻ വിവാഹത്തെക്കുറിച്ച് തീരുമാനമെടുത്തത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുക, കുടുംബത്തിനകത്ത് നിന്നാണ് വിപ്ലവം ആരംഭിക്കേണ്ടത്. എൻ്റെ കുടുംബത്തിനകത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് വൈവാഹിക ജീവിതത്തിൻ്റെ സുന്ദരമായ മുഹൂർത്തങ്ങളെ, അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പരിഗണനയുടെയും പരിചരണത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും എല്ലാം ഏറ്റവും നല്ല ഉയർന്ന മൂല്യങ്ങളെ എൻ്റെ കുട്ടികൾക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ഭാര്യയുടെയും എൻ്റെയും ജീവിതത്തിൽ നിന്ന് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വിവാഹം വേണ്ട എന്ന് പറയുന്ന പ്രവണത, അതുപോലെ തന്നെ ലൈറ്റ് മാരേജ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പ്രസവിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എല്ലാം കുടുംബജീവിതത്തെ കുറിച്ച് തെറ്റായി നടത്തപ്പെട്ട പൊതുബോധം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്, പലപ്പോഴും അവർ ഈ വീട്ടിനകത്ത്, കുടുംബത്തിനകത്ത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഞാൻ പറയുക, അള്ളാഹുവിൻ്റെ റസൂലായിരിക്കണം നമ്മുടെ മാതൃക. ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് വഖലഖ്നാകും അസ്വാജ, നിങ്ങൾ ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതല്ലേ വിശുദ്ധ ഖുർആൻ നമ്മെക്കുറിച്ച് പറഞ്ഞത്. ഇതിനേക്കാൾ സുന്ദരമായ ഒരു പ്രയോഗം എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നടത്തുക? ഇണകളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്, സ്നേഹം കൊണ്ടാണ്, കാരുണ്യം കൊണ്ടാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമാണ് മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഏകമുഖത്തോടു കൂടിയല്ല, കൂടിയാലോചനയുടെയും അതുപോലെ തന്നെ കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും തലത്തിലാണ്
സ്നേഹിക്കലിൻ്റെയും സ്നേഹിക്കപ്പെടലിൻ്റെയും തലത്തിലാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തെ കാണേണ്ടത്. പലപ്പോഴും ചില ദമ്പതിമാർ അവർ തമ്മിലുള്ള സ്നേഹം പോലും പ്രകടിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കും. അങ്ങനെയല്ല, എൻ്റെ മക്കൾക്ക് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം തന്നെയാണ് അവർ അവരുടെ ഭാവി ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നിടത്ത് അവരുടെ ആദ്യത്തെ അനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആ സൂക്ഷ്മത ജീവിതത്തിൽ കുടുംബജീവിതത്തെ ആവിഷ്കരിക്കുന്നിടത്ത് നമ്മിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് പ്രവാചകന്റെ പ്രിയപത്നിമാരോട് ഇടപെട്ടിട്ടുണ്ടായിരുന്നത്, എങ്ങനെയാണ് അവരുമായി എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എത്രമാത്രമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിത്യാദി കാര്യങ്ങളിലെല്ലാം നമുക്ക് നല്ല ധാരണയുണ്ടാകണം. ഒരു പാരമ്പര്യത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, നമ്മൾ തുടർന്നു വന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം നിന്നുകൊണ്ട്, നമ്മുടെ വീട്ടിനകത്തൊരു ഏകമുഖത്തോടു കൂടിയുള്ള ഏതോ അർത്ഥത്തിൽ ഒട്ടും ജനാധിപത്യപരമല്ലാത്ത, അതുപോലെ തന്നെ ഒട്ടും ആശയവിനിമയം ചെയ്യപ്പെടാത്ത കുടുംബ സംസ്കാരത്തിനകത്ത് നിന്നുകൊണ്ട് പുതിയ കാലഘട്ടത്തെ നമുക്ക് അഭിമുഖീകരിക്കുക സാധ്യമല്ല. പ്രവാചകനിലേക്ക് നമ്മൾ മടങ്ങണം, പ്രവാചക ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങണം, പ്രവാചക അധ്യാപനങ്ങളിലേക്ക് നമ്മൾ മടങ്ങണം. നമ്മുടെ ഭാര്യമാട് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ ഖിയാറുക്കും നിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി വർത്തിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ അർത്ഥത്തിൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പരസ്പരം ഇണകളായി ജീവിക്കണം. കുടുംബനാഥൻ എന്ന ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ പുരുഷനുള്ളതാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പുരുഷൻ തൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ പുരുഷന് സാധിക്കേണ്ടതാണ്. ഈഗോ എവിടെയാണോ ആരംഭിക്കുന്നത്, ഞാൻ പറയുക, യഥാർത്ഥത്തിൽ ഈഗോ ആരംഭിക്കുന്നിടത്താണ് കുടുംബത്തിന്റെ തകർച്ച തുടങ്ങുന്നത്. എവിടെയാണോ വിട്ടുവീഴ്ച പരസ്പരം ഉണ്ടാകുന്നത്, അവിടെയാണ് കുടുംബം യഥാർത്ഥത്തിൽ തളിർത്തു വരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ ഒരർത്ഥത്തിൽ കുടുംബത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട കാര്യം, നമ്മുടെ വീടിനകത്ത് എത്രമാത്രം സന്തോഷകരമാണ് നമ്മുടെ കുട്ടികൾ, അവരെത്രമാത്രം അക്കമഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയാറുണ്ടോ എന്നതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. പുതിയൊരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ DGMന്റെ വെളിച്ചത്തിൽ ഉറഞ്ഞുതുള്ളുന്ന ഒരു പുതിയ തലമുറ. അത് ടൂറാണെങ്കിലും അങ്ങനെയാണ്, ഇവന്റുകളാണെങ്കിലും അങ്ങനെയാണ്, ആഘോഷങ്ങളാണെങ്കിലും അങ്ങനെയാണ്, വിവാഹമാണെങ്കിലും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് നമ്മൾ എപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? ഞാൻ പറയുക, പലപ്പോഴും മക്കൾക്ക് മാതാപിതാക്കൾ അനുഭവപ്പെടാത്ത സാഹചര്യമുണ്ട്. അവർക്കുമുണ്ടല്ലോ ഒരു ഹക്ക്. ആ ഹക്ക് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ, ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ പഠിക്കുന്ന കുട്ടി, അവൻ SSLC മുമ്പാകുന്നതിന് മുമ്പ്, അവൻ ഡിഗ്രി പഠിക്കുന്നതിന് മുമ്പ് അവൻ്റെ കയ്യിൽ MDM എത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് നമ്മുടെ കുട്ടികൾ എടുത്തെറിയപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെയും സ്നേഹിക്കണം. സ്നേഹിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവരെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മാത്രം തോന്നിയാൽ പോരാ, അവരെ സ്നേഹിക്കുന്നു എന്ന് അവർക്ക് പ്രകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരക്കുട്ടികളെ പിടിച്ചിട്ട് ചുടുചുംബനം കൊടുക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു സഹാബി പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂൽ, കുട്ടികളെ ഉമ്മ വെക്കുകയാണോ ചുംബിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, തനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളെ കേട്ടുകൊടുക്കാറുണ്ടോ? നമ്മളവരെ വാരിപ്പുണരാറുണ്ടോ? അവർ വിജയിച്ചു വരുമ്പോൾ അവരുടെ കൊച്ചു വർത്തമാനങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കാറുണ്ടോ? അവരുടെ നെറ്റിത്തടത്തിൽ, അവരുടെ കവിളിൽ നമ്മളെപ്പോഴെങ്കിലും ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ശാസനയുടെ സ്വഭാവത്തിൽ മാത്രമല്ല, ലാളനയുടെയും സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ പരിഗണനയുടെയും സ്വഭാവത്തിലും നമ്മുടെ മക്കളെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയണം. നമ്മുടെ വീടിനകത്ത് കൂടിയാലോചനകൾ ഉണ്ടാകണം, കൂട്ടുത്തരവാദിത്വം ഉണ്ടാകണം, വിയോജിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ആ ഒരർത്ഥത്തിൽ ഞാൻ പറയുക, സാംസ്കാരിക ലിബറലിസത്തോട് നമുക്ക് ആശയപരമായി സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷേ സാംസ്കാരിക ലിബറലിസത്തെ നമുക്ക് വിയോജിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾക്ക് ദീൻ എന്താണ് എന്ന്, കുടുംബം എന്താണ് എന്ന്, സ്നേഹം എന്താണ് എന്ന്, കാരുണ്യം എന്താണ് എന്ന്, ദാമ്പത്യം എന്താണ് എന്ന്, വൈവാഹിക ജീവിതം എത്രമാത്രം സംതൃപ്തകരമാണ് എന്ന്, മവദ്ദത്ത് എന്താണ് എന്ന്, റഹ്മത്ത് എന്താണ് എന്ന്, പ്രണയം എന്താണ് എന്ന് നമ്മുടെ വീട്ടിനകത്ത് നിന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിലൂടെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കണം. അവരത് അനുഭവിക്കണം. വീട് സ്വർഗം പൂക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ വീട് മാറണം. ആ അർത്ഥത്തിലേക്ക് നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ തെരുവ് മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തെരുവ് മാറിയിട്ടുണ്ട്. തെരുവ് നമ്മുടെ കയ്യിലല്ല. കലാസാഹിത്യ മേഖലകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല.
നമ്മുടെ നാട്ടിലുള്ള പൊതു കൾച്ചർ ആഘോഷത്തിൻ്റെ ജീവിതം തന്നെ ആഘോഷമാക്കുന്ന ഇവൻറ്റുകളായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് ഇത്തരം ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് തണലാണ് കുടുംബം എന്ന്. തണലാണ് കുടുംബം എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ഇത് പരിഹാസ്യമാകാതിരിക്കണമെങ്കിൽ എൻ്റെ കുടുംബം തണലായി മാറണം. ഞാൻ തണലാണ് കുടുംബം എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ, എൻ്റെ പ്രഭാഷണം എൻ്റെ മക്കൾ കേൾക്കുമ്പോൾ അവർക്കത് പരിഹാസ്യമായി തോന്നാതിരിക്കണമെങ്കിൽ ഞാനൊരു തണൽ മരമായി ഞാൻ ആ കുടുംബത്തിൽ മാറണം. ഞാൻ ഭാര്യമാരോട് ഖിയാറുക്കും നിസായിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയെക്കുറിച്ചും ഞാനും തമ്മിലുള്ള വ്യവഹാരത്തെക്കുറിച്ച് അറിയുന്ന എൻ്റെ മക്കൾക്ക് പറയാൻ പറ്റണം അത് ശരിയാണ് എന്ന്. ആ ഒരർത്ഥത്തിൽ ഞാൻ പറയുക അധികാര തർക്കമല്ല, അവകാശ തർക്കമല്ല. ഞാൻ ഈ അടുത്തൊരു വിവാഹത്തിന് ഡിവോഴ്സ് എന്ന് പറയും, വിവാഹത്തേക്കാൾ കൂടുതൽ നമുക്കറിയാവുന്ന ഹാപ്പിലി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഹാപ്പിലി മാരേജ് അല്ല ഇപ്പോൾ നടക്കുന്നത്, ഹാപ്പിലി ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാനൊരു വിവാഹ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, എന്താ പ്രശ്നം? ഒരു വൈബ് കിട്ടുന്നില്ല. എന്താ വിവാഹം പിരിയാനുള്ള കാര്യം? ഒരു വൈബ് കിട്ടുന്നില്ല. പിന്നെ അതിനപ്പുറത്തേക്ക് എത്ര സംസാരിച്ചിട്ട് എനിക്ക് ആ വൈബ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഏജിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് വിവാഹം പോലെ ഡിവോഴ്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിക അടിത്തറകളിൽ നിന്നുകൊണ്ട് കുടുംബത്തിനകത്ത് മതിപ്പും ബഹുമാനവും തോന്നുന്ന, ആദരവ് തോന്നുന്ന, അനുകരണീയമായ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർണ്ണനയല്ല. അത് ആക്ച്വലി അതുണ്ടാകണം. അനുകരണീയമായ ജീവിതത്തെ നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കിട്ടണം. അതിലൊരു പ്രധാനപ്പെട്ട വില്ലനുണ്ട്. ആ വില്ലൻ എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി അതിലെ വില്ലനാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈഫില്ലെങ്കിലും വൈഫൈ ഉറപ്പുവരുത്തും. നെറ്റും ഡാറ്റയും അത്യാവശ്യം നമ്മുടെ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് ഭർത്താവ് ഫോണിലാണ്, ഭാര്യ ഫോണിലാണ്, മക്കൾ ഫോണിലാണ്, എല്ലാവർക്കും ഫോണാണ്. ആശയവിനിമയം നടക്കാറില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ? അതുമില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും മുഖത്തോട് മുഖം നോക്കാറുണ്ടോ? അതില്ല. ഭക്ഷണത്തിൻ്റെ സ്വാദ് അറിയാറുണ്ടോ? അതില്ല. കാരണം ആ ഘട്ടത്തിലൊക്കെ നമ്മൾ ഏതോ ലോകത്താണ്, ഇൻ്റർനെറ്റിൻ്റെ ലോകത്താണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ പോലും രുചി അറിയാനോ, അറിഞ്ഞിട്ടൊന്ന് ആസ്വദിക്കാനോ, ആസ്വദിച്ചിട്ടൊന്ന് അഭിനന്ദിക്കാനോ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്ന ഒരു യാന്ത്രികതയിലേക്ക് നമ്മുടെ ജീവിതം മാറിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുക, കുടുംബത്തിനകത്തേക്ക് വരുമ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് എങ്കിലും കുടുംബത്തിനകത്തേക്ക് വരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് മക്കൾക്കുള്ള ഹക്ക് മക്കൾക്ക് കൊടുക്കണം, ഭാര്യക്കുള്ള ഹക്ക് ഭാര്യക്ക് കൊടുക്കണം, ഒരുമിച്ച് ആഹാരം കഴിക്കണം. മെസ്സ് ഹാള് പോലെ ആകരുത്. മെസ്സ് ഹാള് പോലെ ഇപ്പോൾ ഒരുമിച്ചാണ് ആഹാരം കഴിക്കുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാറുള്ളത് പോലെ ആ ഒരർത്ഥത്തിൽ നമ്മൾ വലിയൊരു ആശയ സമരത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ ആശയ സമരത്തിൻ്റെ ആവിഷ്കാരം, നമ്മൾ ആഗ്രഹിക്കുന്ന പരിഹാരത്തിൻ്റെ ആവിഷ്കാരത്തിൽ നിന്ന് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റണം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഇവിടെ നിലനിൽക്കേണ്ടതല്ല. നമ്മുടെ കാതുകളിൽ, നമ്മുടെ തരങ്ങളിൽ നിന്ന് ഒരുപാട് കാതുകളിലേക്ക് ഈ ആശയം പ്രവഹിക്കണം. നമ്മളാകുന്ന ഒരു വലിയ സൊസൈറ്റിയുടെ അസ്ഥിവാരം ഇളക്കുന്ന സാംസ്കാരിക ലിബറലിസത്തെ തടയിട്ട് നിർത്താൻ കരുത്തുള്ള ഒരു ദർശനത്തിൻ്റെ സുന്ദരമായ പ്രതിനിധാനം ഈ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമികമായി നമ്മൾ ഈ കാലഘട്ടത്തിൽ നിറവേറ്റേണ്ടുന്ന നിയോഗമാണ്. ആ നിയോഗത്തിന് ജമാഅത്തെ ഇസ്ലാമി തുടക്കം കുറിക്കുകയാണ്. അതൊരു മാസം കൊണ്ട് തീരേണ്ടതല്ല. ഈ പോരാട്ടം നമ്മൾ നടത്തുന്നത് നാം വിരൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നമ്മുടെ നെഞ്ചത്തെ കാണുന്ന തിരിച്ചറിവോടുകൂടി സ്വന്തത്തിൽ നിന്ന് തിരുത്തിൻ്റെ ആദർശ സമരം ആരംഭിച്ച അപരനിലേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂഹ്യ സംസ്കരണത്തിൻ്റെ പുതിയ പാത വെട്ടിത്തെളിയിക്കുവാനുള്ള ഉജ്ജ്വലമായ ഒരാശയ സമരത്തിനാണ് ജമാഅത്തെ ഇസ്ലാമി തണലാണ് കുടുംബം എന്ന ക്യാമ്പയിനിലൂടെ തുടക്കം കുറിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.